അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ PV അൻവറിന് വീണ്ടും ED നോട്ടീസ്. ബുധനാഴ്ച ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ നിർദ്ദേശം. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിലാണ് EDയുടെ അന്വേഷണം. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, രണ്ടാമതാണിപ്പോൾ ED ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കുന്നത്. എന്താണ് ഈ കേസ്? എന്താണ് മറ്റു വിവരങ്ങൾ? സനീഷ്, ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും 22 കോടി രൂപയായിരുന്നു PV അൻവർ വായ്പ എടുത്തിരുന്നത്. ഈ പണം പല രീതിയിലേക്ക് ചിലവഴിച്ചു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. മാത്രമല്ല, ബിനാമി കമ്പനികളിലേക്ക്, ഷെൽ കമ്പനികളിലേക്ക് ഈ പണം നിക്ഷേപിച്ചു. ആ പണം വഴിമാറ്റി ചെലവഴിച്ചു. കൂടാതെ വലിയ രീതിയിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി. ഏറെക്കുറെ 8 വർഷത്തിനുള്ളിൽ 56 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം PV അൻവർ നടത്തിയതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് PV അൻവറെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത്. ഈ വരുന്ന ബുധനാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ PV അൻവറിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട മുൻപ് PV അൻവറെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. സനീഷ്, ശരി, EDയുടെ നോട്ടീസ് PV അൻവറിന് വന്നിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ച, നേരത്തെ വന്ന നോട്ടീസിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വീണ്ടും നോട്ടീസ് വന്നിട്ടുള്ളത്. അതിൻ്റെ വിവരങ്ങളാണ് സഹിൻ ആന്റണി നൽകുന്നത്.